ഗൂഗിളിൻ്റെ പുതിയ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പിൻ്റെ കണ്ടെത്തൽ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അനന്ത സാധ്യതകളെ പഠിക്കുക മാത്രമല്ല പാരലൽ യൂണിവേഴ്സിൻ്റെ എക്സിസ്റ്റൻസിനെ കൂടി സൂചിപ്പിക്കുന്നതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ ഗൂഗിൾ സ്വന്തമായിട്ട് പ്രസ് റിലീസിനുള്ളിൽ പാരലൽ യൂണിവേഴ്സിൻ്റെ സാധ്യതയെക്കുറിച്ചും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പഠനങ്ങൾ നടത്തുന്ന പ്രശസ്ത ഫിസിസിസ്റ്റായ ഡേവിഡ് ഡ്യൂഷിൻ്റെ ഒരു ആർഗ്യുമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും ചില സെൻറ്റൻസുകൾ പുറത്തിറക്കിയതാണ്, അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയതാണ് പുതിയ ഒരു ഡിബേറ്റിന് തുടക്കമിടാൻ കാരണം. ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടാക്കുന്ന ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു മേഖലയാണ്. അത് റിയാലിറ്റിയുമായിട്ട് എത്രത്തോളം ചേർന്ന് പോകും എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായിരുന്നു ക്വാണ്ടം മെക്കാനിക്സിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ കഴിയും എന്ന് തെളിയിച്ചത്. ആക്ച്വലി എങ്ങനെയാണ് പാർട്ടിക്കിളുകൾ പെരുമാറുക, ആ പാർട്ടിക്കിളുകളുടെ സഹായത്തോടു കൂടി എങ്ങനെയാണ് ഇൻഫർമേഷനുകൾ കൈമാറാൻ സാധിക്കുക തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്നതിനോടൊപ്പം തന്നെ നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് പ്രപഞ്ചങ്ങളിൽ ഒന്ന് മാത്രമാണ് എന്ന ഒരു സാധ്യത കൂടിയാണ് ഗൂഗിളിൻ്റെ എക്സ്പെരിമെൻറ്റ് വരുത്തി വച്ചിരിക്കുന്നത്. എന്നാലും ഈ മൾട്ടിവേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിന് മുമ്പ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറയാം. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കത് മനസ്സിലാകുമെങ്കിലും ആദ്യമായിട്ട് കാണുന്നവർക്കും കുറച്ചുകൂടി ക്ലാരിറ്റി ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി ജസ്റ്റ് ഞാനതൊന്ന് മെൻഷൻ ചെയ്യുകയാണ്. നമുക്ക് ഗൂഗിളിൻ്റെ ക്ലെയിമിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ സാധാരണ കമ്പ്യൂട്ടറുകളിൽ നിന്ന് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും അവർ അവകാശപ്പെടുന്ന വേഗത എങ്ങനെ കൈവരിക്കുന്നു എന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. ട്രഡീഷണൽ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്ന ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് 0, 1 എന്നിവ ഉപയോഗിച്ചുകൊണ്ടുള്ള ബിറ്റുകളാണെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടർ അതല്ല ഉപയോഗിക്കുന്നത്, പകരം ക്യൂബിറ്റുകളാണ് അഥവാ ക്വാണ്ടം ബിറ്റുകളാണ്. ഇവിടെ നമ്മളെ കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട തിയറികൾ കടന്നു വരുന്നുണ്ട്. അത് ക്വാണ്ടം മെക്കാനിക്സിലെ സൂപ്പർ പൊസിഷനും എൻറ്റാങ്കിൾമെൻ്റ് എന്ന് പറയുന്ന രണ്ടെണ്ണമാണ്. ഇതിൽ 0, 1 എന്ന് പറയുന്ന രണ്ട് കണ്ടീഷനുകളും ഒരേ സമയം നിലനിൽക്കുന്നതായിട്ട് അവർ പറയുന്നുണ്ട്. അതായത് ഈ സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഒരു പാർട്ടിക്കിളിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് വരെ അതെല്ലാ സ്റ്റേറ്റിലും നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. എൻറ്റാങ്കിൾമെൻറ്റ് എന്ന് പറയുമ്പോൾ സൂപ്പർ പൊസിഷൻ വഴി ഒരേ പ്രോപ്പർട്ടി ഷെയർ ചെയ്യുന്ന രണ്ട് പാർട്ടിക്കിളുകൾ എത്ര ദൂരെ ഇരുന്നാലും അത് പ്രകാശത്തിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന വേഗതയിൽ ഒന്നിനുണ്ടാകുന്ന മാറ്റം മറ്റൊന്നിനെ അഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. സോ ഇത് രണ്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനെ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് കോയിൻ ഫ്ലിപ്പ് ചെയ്യുന്ന ഒരു ഉദാഹരണം എടുക്കാം. ഒരു കോയിന് ഹെഡും ഉണ്ട് ടെയിലും ഉണ്ട്. അതിനെ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ അത് എയറിൽ നല്ല സ്പീഡിന് ഹെഡും ടെയിലും എന്ന് പറയുന്ന രണ്ടും ചേർന്ന ഒരു കണ്ടീഷനിൽ നിൽക്കും. അങ്ങനെ സൂപ്പർ പൊസിഷൻ സങ്കല്പിച്ചാൽ നിങ്ങൾക്ക് ക്യൂബിറ്റ് എന്താണെന്ന് മനസ്സിലാകും. ഇപ്പോൾ മിഡ് എയറിൽ നമുക്കറിയില്ല എന്താണ് ഔട്ട്കം എന്ന്, പക്ഷേ തറയിൽ വന്ന് വീണാൽ അത് നമുക്ക് മനസ്സിലാകും ഹെഡാണോ ടെയിലാണോ എന്നുള്ളത്. ക്വാണ്ടം കമ്പ്യൂട്ടറുകളും ഇതേപോലെയാണ് വളരെ വേഗത്തിൽ വർക്ക് ചെയ്യുന്നത്. അവർ ഉപയോഗിക്കുന്നത് പാരലലിസം എന്ന മെത്തേഡാണ്. ഇത് സാധാരണയുള്ള ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകൾക്ക് പറ്റുന്ന ഒരു രീതിയല്ല. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ക്വാണ്ടം മെക്കാനിക്സ് മേഖലയിൽ ഗൂഗിൾ നേടിയ ഒരു നേട്ടത്തെക്കുറിച്ചാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പുറകോട്ട് പോകണം. അത് 2019 ഗൂഗിൾ ലോകത്തുള്ള എല്ലാ പത്രമാധ്യമങ്ങളുടെയും തലക്കെട്ടിൽ ഇടം പിടിച്ചത് ഒരൊറ്റ അനൗൺസ്മെൻറ്റ് വഴിയായിരുന്നു. അത് ക്വാണ്ടം സുപ്രീമസി എന്ന പദത്തിലൂടെയാണ്. അവരുടെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടർ ചിപ്പ് വളരെ വേഗത്തിൽ പ്രവർത്തിക്കുകയും അന്നുള്ള ഏറ്റവും വലിയ സൂപ്പർ കമ്പ്യൂട്ടറുകളെ മറികടക്കുന്ന രീതിയിൽ പ്രോബ്ലം സോൾവ് ചെയ്യുകയും ചെയ്തു. ആ ഒരു പ്രോസസ്സറിൻ്റെ പേരായിരുന്നു സിംഗാമോർ. അതൊരു പാറ്റേൺ സീക്കിംഗ് ആയിരുന്നു. ഒരു 10,000 വർഷം സൂപ്പർ കമ്പ്യൂട്ടർ പ്രവർത്തിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു ആൻസറിനെ 200 സെക്കൻഡ് കൊണ്ട് സിംഗാമോർ എന്ന് പറയുന്ന അവരുടെ ക്വാണ്ടം കമ്പ്യൂട്ടർ ചിപ്പ് സോൾവ് ചെയ്തു. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഒന്നുമില്ല, പകരം അത് പാറ്റേൺ കണ്ടുപിടിച്ചതിന് ശേഷം സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സെലക്ഷൻ നടത്തുന്ന പ്രോസസ്സായിരുന്നു. എങ്കിലും നമ്മൾ മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ക്വാണ്ടം മെക്കാനിക്കൽ പ്രോപ്പർട്ടികളെ റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് തെളിയിച്ച ഒരു പുതുയുഗമായിരുന്നു അവിടെ തുറന്നത്. എന്നാൽ ഇത് ആ കഥയുടെ അവസാനമല്ല. ഈ അടുത്ത സമയത്തായിട്ട് അവർ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയും വില്ലോ എന്ന് പറയുന്ന ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പിനെ പുറത്തിറക്കിയപ്പോഴാണ് പാരലൽ യൂണിവേഴ്സുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്ന തരത്തിലുള്ള ചില സൂചനകൾ വന്നത്. ഗൂഗിളിൻ്റെ സ്വന്തം ഭാഷയിൽ അവരിതിങ്ങനെയാണ് പറയുന്നത്. അതായത് അവർ എക്സ്പെരിമെൻറ്റ് ഗീവ് ക്രെഡൻസ് ടു ദ നോഷൻ ദാറ്റ് ക്വാണ്ടം കമ്പ്യൂട്ടേഷൻ ഒക്കേഴ്സ് ഇൻ മെനി പാരലൽ യൂണിവേഴ്സ്. ഇത് സത്യത്തിൽ വളരെ ബോൾഡായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതാണ് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം, പ്രത്യേകിച്ച് സയൻറ്റിസ്റ്റുകൾക്കിടയിൽ വളരെയധികം ഡിബേറ്റ് ഉണ്ടാകാൻ കാരണം. അപ്പോൾ ഈ ഒരു ക്ലെയിമിനെ കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കാൻ നമ്മൾ ചെന്നെത്തുന്ന ഒരു മേഖലയാണ് മൾട്ടിവേഴ്സ് തിയറി. മൾട്ടിവേഴ്സിൻ്റെ കണക്ഷൻ എന്താണ്? മൾട്ടിവേഴ്സ് എന്ന് പറയുന്നത് ഒരു പുതിയ പദമൊന്നുമല്ല, അല്ലെങ്കിൽ പുതിയ കണ്ടെത്തലോ
അനുമാനമോ ഒന്നുമല്ല. 1950കളിൽ ഫിസിസിസ്റ്റ് ആയിട്ടുള്ള ഹ്യൂഫ് എവറട്ട് എന്ന് പറയുന്ന ഒരു ഗവേഷകൻ മെനി വേൾഡ് ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്ന ക്വാണ്ടം മെക്കാനിക്കൽ തിയറി കൊണ്ടുവരുന്ന സമയത്താണ് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഐഡിയ പ്രകാരം ഒരു ക്വാണ്ടം ഈവൻ്റ് അല്ലെങ്കിൽ വളരെ ചെറിയ തലത്തിൽ ഒരു പാർട്ടിക്കിളിന് എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് നമ്മളെടുക്കുന്ന ചെറിയൊരു ഡിസിഷൻ പോലും പുതിയ യൂണിവേഴ്സുകളെ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാരലൽ യൂണിവേഴ്സുകളെ ഉണ്ടാക്കും എന്ന് പറയുന്ന ഒരു അവകാശവാദമായിരുന്നു മെനി വേൾഡ് ഇൻ്റർപ്രിറ്റേഷൻ. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ഇലക്ട്രോണിൻ്റെ സ്പിന്ന് നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത് അതിന് അപ്പ് സ്പിന്നും ഉണ്ടാകാം, ഡൗൺ സ്പിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നിരീക്ഷിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് കണ്ടെത്തുന്നത് വരെ അത് ഒരേ സമയം അപ്പുമായിരിക്കും, അതേസമയം ഡൗണുമായിരിക്കും. എന്നാൽ നമുക്കൊരു റിസൾട്ട് കിട്ടുമല്ലോ, അത് ചിലപ്പോൾ അപ്പായിരിക്കാം, ചിലപ്പോൾ ഡൗൺ ആയിരിക്കാം. നമുക്ക് എന്ത് കിട്ടിയാലും അതൊരു റിസൾട്ട് മാത്രമാണ്. മറ്റേ റിസൾട്ട് വേറൊരു യൂണിവേഴ്സിൽ കിട്ടിയിരിക്കാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ റിയാലിറ്റി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും എന്നാണ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. ഇതാണ് സത്യത്തിൽ മെനി വേൾഡ് ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്ന ഒരു അവകാശവാദം. ഇത് സയൻസ് ഫിക്ഷനൊന്നും അല്ല, വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മളൊരു ഹോട്ടലിൽ പോയിരിക്കുകയാണ്, നമുക്ക് എന്തെങ്കിലും കുടിക്കണം, ചായയോ കോഫിയോ. വെയിറ്റർ വന്ന് നമ്മളോട് ചോദിച്ചു. അപ്പോൾ നമ്മൾ കോഫിയും ചായയും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. നമ്മൾ ചായ പ്രിഫർ ചെയ്യുവാണെങ്കിൽ നമ്മളുടെ തന്നെ വേറൊരു വെർഷൻ വേറൊരു യൂണിവേഴ്സ് ഇരുന്നുകൊണ്ട് ഈ ഈവൻറ്റിൽ കോഫി പ്രിഫർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മുടെ ചോയ്സ് രണ്ട് റിയാലിറ്റികൾ, അല്ലെങ്കിൽ നമ്മുടെ ഡിസിഷൻ രണ്ട് റിയാലിറ്റികളെ ഉണ്ടാക്കിയെന്നർത്ഥം. ഇതുപോലെയാണ് ക്വാണ്ടം മെക്കാനിക്കൽ ലെവലിൽ ഒരു ക്വാണ്ടം ഈവൻറ്റ് സംഭവിക്കുമ്പോൾ പാർട്ടിക്കിളുകൾക്കുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഒന്നിലധികം യൂണിവേഴ്സുകളെ സ്പ്ലിറ്റ് ചെയ്യുന്നു എന്ന് വാദിക്കുന്നത്. ഈ വാദത്തിന് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് വന്ന വ്യക്തിയായിരുന്നു ഡേവിഡ് ഡ്യൂഷ്. അദ്ദേഹത്തിൻ്റെ പേരാണ് പ്രസ് റിലീസിൽ ഗൂഗിൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മേഖലയിൽ അദ്ദേഹം അഗ്രഗണ്യനാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വാദം എന്ന് പറഞ്ഞാൽ ഓരോ തവണ ക്വാണ്ടം കമ്പ്യൂട്ടർ ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് കാൽക്കുലേഷനുകൾ നടത്തുമ്പോഴും സത്യത്തിൽ അത് നമ്മുടെ യൂണിവേഴ്സിൽ മാത്രമല്ല, ഈ ഇൻഫർമേഷൻ മറ്റു യൂണിവേഴ്സുകളിൽ കൂടി ഇത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് റിസൾട്ട് തരുന്നത്. കാരണം അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ക്യൂബിറ്റുകൾ സ്പിൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഈ സ്പിന്നുകൾ അപ്പും ഡൗണും ആവാം. അപ്പോൾ നമുക്ക് അതിനകത്തുള്ള ക്യൂബിറ്റ് അപ്പാണ് തരുന്നതെങ്കിൽ അത് വേറൊരു യൂണിവേഴ്സിൽ ഡൗൺ തരുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് നമുക്ക് തരാൻ വേണ്ടി മൾട്ടിപ്പിൾ യൂണിവേഴ്സിലൂടെ അത് ഒരേ സമയം കയറി ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് വാദം. ഇതിന് മാത്തമാറ്റിക്കലായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എന്നാൽ ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഇങ്ങനെ ഫാൻറ്റസൈസ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമാജിനേഷൻ ഉള്ളവർക്ക് ഇങ്ങനെ ഫാൻറ്റസൈസ് ചെയ്യാം. ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയാൻ കഴിയുന്ന മറ്റൊരു എക്സാമ്പിളാണ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. ഞാനിത് ഇവിടെ പറഞ്ഞിട്ട് നിങ്ങളെ കൺഫ്യൂഷൻ അടുപ്പിക്കുന്നില്ല. ഈ സീരീസ് ബാക്കി ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് സെപ്പറേറ്റ് ഒരു എപ്പിസോഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാകാനിടയുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഗൂഗിൾ സത്യത്തിൽ പാരലൽ യൂണിവേഴ്സിനെ പ്രൂവ് ചെയ്തോ എന്ന ചോദ്യത്തിൻ്റെ മറുപടി ആയിരിക്കും. ആർഗ്യുമെൻറ്റുകളൊക്കെ പറഞ്ഞു. സയൻറ്റിസ്റ്റുകൾ ക്വാണ്ടം അൽഗോരിതത്തെക്കുറിച്ച് ഒരുപാട് പഠിക്കുന്നുണ്ട്. അനിമേഷൻസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഓപ്പറേഷൻസിനെ കുറിച്ച് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്നാൽ ഗൂഗിളിൻ്റെ ഈ പ്രവർത്തനം പാരലൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ മെനി വേൾഡ് ഉണ്ട് എന്ന് പറയുന്നതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ ഒറ്റ നോട്ടത്തിലല്ല. എന്നാൽ നോ എന്ന് പറയാനും കഴിയില്ല. അതായത് നമ്മൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ വിഷയത്തെ സമീപിക്കുന്ന സമയത്താണ് ഒന്നിലധികം ആർഗ്യുമെൻറ്റുകൾ ഉണ്ടാകുന്നത്. നമ്മൾ ക്വാണ്ടം ലെവലിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പല ഫിനോമിനൻസിനും പറയാൻ കഴിയുന്ന ഒരുപാട് വിശദീകരണങ്ങളിൽ ഒന്ന് മാത്രമാണ് മെനി വേൾഡ് ഇൻ്റർപ്രിറ്റേഷൻ. അതുപോലെ തന്നെ കോപ്പൻഹേഗൻ ഇൻ്റർപ്രിറ്റേഷൻ തുടങ്ങിയ ഒരുപാട് എക്സ്പ്ലനേഷനുകൾ ഈ പറയുന്ന ക്വാണ്ടം നേച്ചറിന് വരുന്നുണ്ട്. നമ്മൾ മാത്തമാറ്റിക്കലി ഓരോ ഡിസിഷനും യൂണിവേഴ്സ് സ്പ്ലിറ്റ് ആകുന്നു എന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ ഡെയിലി എടുക്കുന്ന ഡിസിഷനുകളുടെ ഡിഫറൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മൾട്ടിവേഴ്സുകളുടെ എണ്ണം ഭയങ്കര ഭീകരമായിരിക്കും. എന്നാൽ അങ്ങനെ ഒരു യൂണിവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് തെളിയിക്കാൻ ആവശ്യമായ യാതൊരു തെളിവോ മാത്തമാറ്റിക്കൽ ഇക്വേഷനുകളോ നമുക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നതിൻ്റെ അർത്ഥം അതില്ല എന്നല്ല. പക്ഷേ നമുക്ക് വിശ്വസനീയമായ രീതിയിൽ ഇത് കൊണ്ടുപോകാനോ നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മൾ മുന്നോട്ട് നയിക്കുമ്പോൾ, ശാസ്ത്രരംഗത്ത് നയിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതിൻ്റെയോ ആവശ്യകതയില്ല. ക്വാണ്ടം കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ അത് കാൽക്കുലേഷൻ നടത്തുന്നത് പാരലൽ യൂണിവേഴ്സിലാണോ അല്ലെങ്കിൽ മറ്റ് പ്രപഞ്ചങ്ങളിലാണോ എന്ന് നോക്കേണ്ട ഒരു ആവശ്യകത വരുന്നില്ല. ജസ്റ്റ് അത് പ്രവർത്തിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, അത് തരുന്ന റിസൾട്ട് കറക്റ്റാണ്. അതിനപ്പുറത്തേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ നമുക്ക് ഇനിയും കണ്ടീഷൻസ് ബെറ്റർ ആവണം, നമ്മുടെ തിയറികൾ വരണം, അത് ചെക്ക് ചെയ്യണം.
അതിൻ്റേതായിട്ടുള്ളൊരു പ്രോബബിലിസ്റ്റിക് ആയിട്ടുള്ള റിസൾട്ടുകൾ എടുത്തതിന് ശേഷം നമ്മൾ ഡെഫിനിറ്റീവ് ആയിട്ടുള്ളൊരു കൺക്ലൂഷനിലെത്തണം. ഗൂഗിളിൻ്റെ പ്രസ് റിലീസ് എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ബോൾഡ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറയാമെങ്കിലും അവർ സ്വയം പറയുന്നില്ല ഞങ്ങളുടെ കമ്പ്യൂട്ടർ പാരലൽ യൂണിവേഴ്സ് കണ്ടെത്തിയെന്ന്. പകരം അവർ ചെയ്തിരിക്കുന്നത് ഡേവിഡ് യൂഷ് എന്ന് പറയുന്ന മൾട്ടിവേഴ്സിനെ കുറിച്ച് പറയുന്ന ഫിസിസിസ്റ്റ് പറഞ്ഞതുപോലെയുള്ള സാധ്യത മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു നേട്ടമാണ് തങ്ങൾ നേടിയത് എന്ന ക്ലിക്ക് ബൈറ്റാണ്. അപ്പോൾ കുറച്ചുകൂടി ശ്രദ്ധ കിട്ടുന്നതിനും തങ്ങൾ കണ്ടെത്തിയ കാര്യത്തിന് കുറച്ചുകൂടി ആധികാരികതയും അതേസമയം ക്യൂരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നവർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനവുമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ടാക്റ്റിക്കൽ മൂവ്മെൻ്റ് ആയിരുന്നു അവർ പാരലൽ യൂണിവേഴ്സിനെ മെൻഷൻ ചെയ്തതെന്നും ഒന്നിലധികം പ്രപഞ്ചങ്ങളാണ് ഈ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ വരുന്നത് എന്നുള്ള രീതിയിൽ സംശയിക്കാനും ഇടവരുത്തിയത് എന്ന് പറയാം. സത്യത്തിൽ ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഉത്തരം കിട്ടിയോ എന്നെനിക്കറിയില്ല. പക്ഷേ ഗൂഗിളിൻ്റെ ക്വാണ്ടം കമ്പ്യൂട്ടർ പാരലൽ യൂണിവേഴ്സിന് തെളിവൊന്നുമല്ല, അതിനുള്ള തെളിവ് നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ പറയാൻ എളുപ്പമുണ്ട്, പക്ഷേ ആ പറയുന്നതിനനുസരിച്ചുള്ള സപ്പോർട്ടിംഗ് ക്ലെയിംസ് ഒന്നുമില്ല. പക്ഷേ ഇത്തരം മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ നാളുകളിൽ ഇതിനെയോ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടോ ഉള്ള ക്യൂരിയസ് ആയിട്ടുള്ള കണ്ടെത്തലുകൾ നടത്താനുള്ള ഒരു എനർജിയാണ് ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള ഡിബേറ്റ്. താങ്ക് യു.